അരച്ച ഉടൻ തന്നെ തയ്യാറാക്കാവുന്നതും കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി 2 പൂവമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ്. അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക, 1 കപ്പ് വറുത്ത ഇടിയപ്പത്തിൻ്റെ പൊടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഉപ്പ്, 1 കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇല്ലെങ്കിലും ഈ ദോശക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കോഴിമുട്ട ചേർത്താൽ ഇത്തിരിയും കൂടി ഹെൽത്തി ആയിട്ട് കഴിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ആദ്യം തന്നെ വെള്ളം ചേർക്കരുത്, ഇതേപോലെ അരച്ചുകൊണ്ട് വരും. അപ്പോൾ ചെറിയ അപ്പം പോലെ ഉണ്ടാക്കണമെങ്കിൽ ഇത്ര മതി. അപ്പോൾ ഞാൻ ഇത്തിരി ദോശ പോലെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ മിക്സർ ജാറ് കൂടി കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ലൂസായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അരച്ച ഉടൻ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതിനകത്ത് ഈസ്റ്റും ചേർക്കേണ്ട, ഒന്നും ചേർക്കേണ്ട. പെട്ടെന്ന് തന്നെ അരച്ച് ഉടനെ ഉണ്ടാക്കാം. ഇനി ദോശപ്പാൻ വെക്കുക, നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സിമ്മിലാക്കുക. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ച് ഇതേപോലെ പരത്തിയെടുക്കുക. സ്റ്റവ് എപ്പോഴും സിമ്മിലിടുക, എന്നിട്ട് അടച്ചു വെക്കുക. ഒരു വശം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. നെയ്യും ബട്ടറും ഇല്ലെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയായാലും മതി. നമ്മൾ പഴവും പഞ്ചസാരയും തേങ്ങയൊക്കെ ചേർത്തേക്കണോണ്ട് ഇത് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ചേർക്കുമ്പോൾ ഇത്തിരിയും കൂടി സ്വാദം ഉണ്ടാവും. അപ്പോൾ ആ വശം ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളാണ്, വളരെ സോഫ്റ്റായ ദോശയാണ്. ഇതിനൊരു കറികളും വേണ്ട. നല്ല ഒരു ചെറിയ മധുരമുള്ള ഒരു നല്ല ദോശയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ച ഉടനെ തയ്യാറാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. പൂവമ്പഴം ഇല്ലെങ്കിൽ ചെറുപഴം ആയാലും മതി, ചിങ്ങമ്പഴം ആയാലും മതി. അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. രാവിലെ കുട്ടികൾ ക്ലാസ്സിൽ കൊണ്ടുപോകാനും പെട്ടെന്ന് കഴിക്കാനും പറ്റും. നല്ല സോഫ്റ്റാണ്. ഇരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത്ര സോഫ്റ്റായ ദോശയാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും റെഡിയാക്കി നോക്കുക. വളരെ എളുപ്പമല്ലേ, വളരെ സിമ്പിളാണ്. അപ്പോൾ അരിപ്പൊടിയും തേങ്ങയൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. 2 ചെറുപഴമോ പൂവമ്പഴമോ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നുള്ളത്. നല്ല സോഫ്റ്റായ നല്ല വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന അത്രയുള്ള നല്ല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.